ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് പാനൽ ഫ്രോക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാനൽ ഫ്രോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വൈറ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ന്യൂസ് പേപ്പറും എടുക്കാം. എൻ്റെ അടുത്ത് ന്യൂസ് പേപ്പർ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലെങ്ത്ത് നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ഷോൾഡർ ടു വരുന്നത് 32 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മുടെ യോക്ക് ലെങ്ത്ത് 8.5 ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 23.5 കിട്ടും. അതിലേക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് 24.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ താഴെ നമ്മളൊരു 9.5 പ്ലസ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് താഴെ എത്രത്തോളം വിടർന്ന് നിൽക്കണോ അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. അതിന് മെഷർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് എത്രത്തോളം വേണ്ടത് അതിനനുസരിച്ചാണ് എടുക്കാറുള്ളത്. മുകളിൽ നമ്മുടെ വേസ്റ്റ് പാർട്ട് 10ൽ ഒരു ഭാഗം ആയിട്ട് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ 2 സൈഡിലോട്ടും സീം അലവൻസ് 1 ഇഞ്ച് അരയിഞ്ച് വീതം, അപ്പോൾ ടോട്ടൽ 2 സൈഡിലും 1 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് 3.3 കിട്ടുന്നത്. അതിൻ്റെ പകുതിയാണ് നമ്മൾ മുകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഈ 2 പോയിന്റ്സും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. ആ ഒരു ജോയിൻറ്റിലൂടെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗം നമുക്കൊരു റൗണ്ട് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് താഴോട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പീസ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് 10 പീസസ് ആയിട്ടാണ്, ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് നമ്മൾ 10 ഭാഗമായിട്ടാണ് നമ്മൾ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് 8 പീസസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ നമ്മുടെ വേസ്റ്റ് 8ൽ ഒരു ഭാഗം അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ ഇപ്പോൾ ഞാൻ 10 പീസസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതേ അളവിൽ നമ്മൾ അതിൻ്റെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും 10 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നമ്മളെ സപ്പോർട്ടാക്കണം, എങ്കിലും ഇനിയും പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ള ഊർജ്ജം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഞാൻ പറയണ്ടല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടില്ലേ, ഇത് സ്റ്റിഫ് ലേസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. സ്റ്റിഫ് ക്യാൻ ലേസ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ കടയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് പല ഇഞ്ചസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഒരു 2.5 എങ്ങാണ്ടുമാണ് ഇഞ്ചസ് വരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ചാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം ഉണ്ടായിരുന്നു. കാരണം ആ ഒരു റൗണ്ട് ഫുള്ള് നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസിൽ നല്ല പീസിലോട്ട് ഇത് വെച്ചിട്ട് അരയിഞ്ച് സ്റ്റിച്ചാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ചീത്ത ഭാഗത്തോട്ട് ഇത് മറിച്ചിട്ടിട്ടാണ് നമ്മളിത് സ്റ്റിച്ചാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലേസ് നമുക്ക് ബീഡ്സിൻ്റെ ഷോപ്പിലും ലേസ് ഷോപ്പിൽ അല്ലെങ്കിൽ ബട്ടൺ ഹൗസസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതിന് എങ്ങാണ്ട് ഒരു 300ൻ്റെ അടുത്ത് എങ്ങാണ്ടാണ് റേറ്റ് വരുന്നത്. ഇതിപ്പോൾ ഒരു 5 ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടിക്കുള്ളതായതുകൊണ്ട് തന്നെ ഈ ഒരു റൗണ്ട് ഫുള്ള് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഫ്രോക്ക് 2 രീതിയിൽ സ്റ്റിച്ച് ആക്കാറുണ്ട്. 2 അല്ല 3 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് ഇതേപോലെ നമ്മൾ പാനൽസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യും. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന സർക്കിൾ കട്ട് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട കേട്ടോ. നെക്സ്റ്റ് ഓർഡർ വരുമ്പോൾ നമുക്ക് സർക്കിൾ കട്ടായിട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോ തരണ്ട കേട്ടോ. ഇത് നമുക്ക് വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല, കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ വരുമ്പോഴേ ഞാനത് ചെയ്ത് കാണിക്കേണ്ടത്. പിന്നെ ഇത് ചെയ്യാറുള്ളത് ക്യാൻ നെറ്റ് വെച്ചിട്ടാണ് ഇത് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ ഇൻഷാല്ലാ ചെയ്യേണ്ട കേട്ടോ. ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കാണിക്കണം. ഇതുപോലെ നമ്മുടെ 10 പീസസും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 10 ലെയറുകളായിട്ടാണ് നമ്മൾ ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 10 പാനൽസും നമ്മൾ ഈ ഒരു സെയിം രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പീസ് ഇതിലോട്ട് വെച്ചിട്ട് ആ ഒരു പീസും നമ്മൾ ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ വേണമെങ്കിൽ കാണാൻ പറ്റും, ഇതിന് ചെറിയൊരു വളവും തിരിവും ഒക്കെ ഉണ്ട് അല്ലേ. കുറച്ചൊരു പൊന്തി കൊണ്ടും സൈഡൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഇതൊക്കെ പോകണമെങ്കിൽ നമ്മളിത് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അയണിങ് ആണ് കേട്ടോ. അയണിങ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാനൽസ് വളഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ മിക്ക ആൾക്കാരും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം കറക്റ്റായിട്ട് അയൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അയൺ ചെയ്യുമ്പോഴാണ് ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ് നിങ്ങൾ കണ്ടില്ലേ, നേരത്തെ ഉണ്ടായിരുന്ന വളവും തിരിവും മുടിവും ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ മെയിനായിട്ടൊരു പാർട്ടാണ്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ പീസ് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലൂസായി കഴിഞ്ഞാൽ അപ്പോഴും അതിൻ്റെ ആ ഒരു വൃത്തി പോവും. അപ്പോൾ ഇനി ഈ ഒരു പാനൽസ് എല്ലാം കൂടെ നമ്മൾ ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ചിൽ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു പാനൽ നമ്മൾ യോജിപ്പിച്ചു, ഇനി സെക്കൻഡ് പാനൽ യോജിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ 10 പാനൽസും നമ്മൾ പരസ്പരം യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇതിനുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡുകൾ കുത്തും. അപ്പോൾ ഈ ഒരു പാനൽ സൈഡ് കട്ട് ചെയ്യുമ്പോൾ അത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ വേറൊരു രീതിയിൽ ചെയ്യും. അപ്പോൾ അതിൽ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതങ്ങനെ കുത്തത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നിങ്ങളതിൻ്റെ സൈഡുകൾ ആ ഒരു പീസസ് കുത്താത്ത രീതിയിൽ ഇതേപോലെ റാപ്ഡായിട്ട് ഒരുക്കി എടുത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ആകുമ്പോഴാണ് ഒന്നുകൂടെ ലെയറായിട്ട് കിട്ടുക, വിടർന്നിട്ടൊക്കെ കിട്ടുക. പക്ഷേ മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ ഇത്ര വിടർന്നിട്ടൊന്നും കിട്ടില്ലെങ്കിലും ആ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങളുടെ പാനൽസ് ഫുള്ള് നമ്മൾ ഇതേപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സെയിം യോക്ക് പോർഷന് നമ്മുടെ എപ്പിസോഡ് 14 റഫിൾഡ് ബാൾ ഗൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. അതൊന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എപ്പിസോഡ് 14 റഫിൾഡ് ബാൾ ഗൗൺ ഒമല്ല സ്റ്റിച്ചിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിലോട്ട് നമ്മുടെ ലൈനിങ് പീസ് വീഡിയോയിൽ കാണുന്ന പോലെ യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഞാൻ ആ പറയുന്ന വീഡിയോയിൽ ഉള്ള പോലെ നിങ്ങൾ സ്റ്റിച്ച് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് യോക്ക് പോർഷൻ്റെ ലൈനിങ് പീസ് സെപ്പറേറ്റും നല്ല പീസ് സെപ്പറേറ്റും ആയിട്ടാവും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലൈനിങ് പീസ് സെപ്പറേറ്റ് വെച്ചിട്ട് അതിലോട്ട് ലൈനിങ് പിടിപ്പിച്ച് കൊടുക്കുക. നല്ല പീസ് സെപ്പറേറ്റ് വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ നല്ല മെറ്റീരിയലിൻ്റെ പാനൽ സ്കേർട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മുടെ വേസ്റ്റ് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം സിബ് ഫിറ്റാക്കുക കേട്ടോ. ഞാനതിൽ സിബ് ലാസ്റ്റ് ഫിറ്റാക്കുന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇത് കുറച്ച് കട്ടി കൂടിയത് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് സിബ് ഫിറ്റാക്കിയതിന് ശേഷം ഉള്ളിൽ നിന്ന് ലൈനിങ് പീസും പുറത്തു നിന്ന് പാനൽ സ്കേർട്ടും യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇതേപോലെയുള്ളൊരു സംഭവം നമ്മൾ ഫിറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് പാനൽ ഫ്രോക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം കാണിച്ചിട്ടുള്ളൂ. ഇത് മുഴുവനായിട്ട് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും 1 മണിക്കൂർ പോരാ. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് കാണിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഈ ഒരു സംഭവം കൂടെ നമ്മൾ ജസ്റ്റ് ഒരു ബെൽറ്റ് പോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഇതിലോട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ മറ്റേ 2 രീതിയിലുള്ള പാനൽ സ്കേർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാണിപ്പോൾ ഒരു രീതി വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരാം. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്.